മുഅല്ലിമ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സർവശക്തനായ അള്ളാഹു എന്നെ പിടിച്ചു നിർത്താൻ ഉപകരിച്ച ഒരു സംഭവമായിരുന്നു തഹജ്ജുദ്. തഹജ്ജുദ് എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഉപകരിച്ചത് എന്നുള്ള ഒരു വീഡിയോയുമായി ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള കാരണം, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു രക്ഷയുമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയാണ്. ഞാൻ തഹജ്ജുദ് നിസ്കാരം പതിവാക്കാനുണ്ടായ ഒരു സാഹചര്യം നിങ്ങളുമായി ഞാനിന്ന് ഷെയർ ചെയ്യാണ്. 8 വർഷം മുമ്പ് 4-ാം മാസത്തിൽ എൻ്റെ ഒരു കുഞ്ഞ് എനിക്ക് നഷ്ടപ്പെട്ടു. ഹൃദയമിടിപ്പ് നിന്നിട്ട് ഗർഭാവസ്ഥയിലിരിക്കെ. അതിനുശേഷം ഞാൻ ഒരുപാട് വിഷമാവസ്ഥയിലായി. ആരോടും അധികം സംസാരിക്കാതെ എൻ്റെ വിഷമങ്ങൾ ഞാൻ ആരോട് തുറന്നു പറയും എന്ന ചിന്തയിലായി. വിശ്വാസപൂർവ്വം എനിക്ക് തുറന്നു പറയാൻ കഴിയുന്നത് സർവശക്തനായ അള്ളാഹുവിനോട് മാത്രമായിരുന്നു. അങ്ങനെ വീട്ടിലെല്ലാവരും ഉറങ്ങുന്ന നേരം ഞാനും ഒന്ന് ഉറങ്ങി എണീറ്റ് രാത്രി 2 മണിക്ക് എണീറ്റ് തഹജ്ജുദ് എൻ്റെ ജീവിതത്തിൽ പതിവാക്കി തുടങ്ങി. നിസ്കാരം കഴിഞ്ഞ് കൽബിലെ വിഷമങ്ങൾ സർവശക്തനായ അള്ളാഹുവിന് മുമ്പിൽ തുറന്നു പറയുമ്പോൾ എന്തെന്നില്ലാത്ത ആശ്വാസം കിട്ടിത്തുടങ്ങി. പിന്നീട് അങ്ങോട്ട് 2 മണിയായാൽ ആരോ ഉണർത്തുന്ന പോലെ ഒരു ഫീൽ. ഞാൻ എഴുന്നേൽക്കും, നിസ്കരിക്കും, എൻ്റെ കൽബിലെ സന്തോഷവും സങ്കടവും അള്ളാഹുവിനോട് സംസാരിച്ചിരിക്കും, ഖുർആൻ ഓതും. അങ്ങനെ ഒരു ദിവസം ഒരു രാത്രി ഞാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ റൂമിൽ എല്ലാവരും ഉറങ്ങല്ലേ കരുതി, ലൈറ്റിട്ടഞ്ഞ് അവർക്ക് ബുദ്ധിമുട്ടാവണ്ട എന്ന് കരുതി ഞാൻ ഹാളിൽ മുസല്ല വിരിച്ച നിസ്കരിക്കാറാണ് പതിവ്. അന്നൊരു രാത്രി 2 മണിക്ക് ഞാൻ എഴുന്നേറ്റ് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര കാറ്റും മഴയും ഇടിയും കറണ്ടെല്ലാം പോയി. ഹാളിൽ ഞാൻ ഒറ്റക്കായിരുന്നു. ഞാൻ നിസ്കാരം പൂർത്തീകരിച്ചു. പക്ഷെ ഞാൻ ഒറ്റക്കല്ല, എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട് എന്ന് എനിക്ക് അനുഭവപ്പെട്ടു. നിസ്കാരം കഴിഞ്ഞ് പതിവ് പോലെ കുഞ്ഞ് നഷ്ടപ്പെട്ട വേദനയും ഞാൻ എൻ്റെ റബ്ബിനോട് പറഞ്ഞു, എനിക്ക് വേണം ഒരു പെൺകുഞ്ഞിനെ, ഞാൻ മറിയം എന്ന് പേരിട്ടോളാം എന്ന് വാക്കും കൊടുത്തു. അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ ഭർത്താവ് അന്ന് നാട്ടിൽ വരാനൊന്നും പ്ലാൻ ഉണ്ടായിരുന്നില്ല. എന്തോ അപ്പോൾ ലീവ് ഉണ്ടെന്ന് പറഞ്ഞ് നാട്ടിൽ വന്നു. എൻ്റെ കൽബിലെ ആഗ്രഹങ്ങളെല്ലാം എൻ്റെ റബ്ബ് ഞാൻ പോലും അറിയാതെ നൽകുകയായിരുന്നു. ഞാൻ ഗർഭിണിയായി. ഞാൻ ഗർഭിണിയാണെന്നറിഞ്ഞത് തൊട്ട് ഞാൻ എൻ്റെ വലത് കൈ വയറ്റിൽ വെച്ച് മറിയം എന്ന് വിളിച്ച് സംസാരിച്ചു തുടങ്ങി. കാരണം എനിക്ക് എൻ്റെ റബ്ബിൽ വിശ്വാസമായിരുന്നു. ഞാൻ ചോദിച്ചത് റബ്ബ് നൽകും എന്ന്. എൻ്റെ പ്രതീക്ഷ കൈവിടാതെ ഞാൻ മുന്നോട്ട് നടന്നു. തഹജ്ജുദ് നിസ്കാരം പതിവായി തുടങ്ങി. പലരും ചോദിച്ചു എന്നോട്, എന്തിനാ അത്ര നേരത്തെ എഴുന്നേറ്റ്, സുബഹിയുടെ 1/2 മണിക്കൂർ മുമ്പ് എണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ചൂടെ എന്ന്. ഞാൻ അവരോടെല്ലാം പറഞ്ഞത്, എല്ലാവരും ഉറങ്ങുന്ന നേരം 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് സർവശക്തനായ അള്ളാഹുവിനോട് സംസാരിച്ചിരിക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. അത് അനുഭവിച്ച് തന്നെ അറിയണം എന്നാണ് ഞാൻ പറയാറ്. അങ്ങനെ പ്രസവം കഴിഞ്ഞു. ഡോക്ടർ പെൺകുട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം തോന്നി. ഞാൻ അള്ളാഹുവിനോട് ശുക്ർ പറഞ്ഞു. എൻ്റെ നാഥന് വാക്ക് കൊടുത്ത പോലെ മറിയം എന്ന് പേരിട്ടു. ഇന്ന് അവൾക്ക് 7 വയസ്സാണ്. 3 വയസ്സ് തൊട്ട് അവളെ ഞാൻ സീക്യൂൽ ചേർത്തു. 6 വയസ്സിൽ അവൾ ഒരു ജ്യൂസ് മനഃപാഠമാക്കി. അൽഹംദുലില്ലാഹ്. അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ തഹജ്ജുദ് പതിവാക്കി. 2 മണിക്ക് തന്നെ ഞാൻ എത്ര ഉറക്കത്തിലാണെങ്കിലും ഉണർന്നു പോകും. അൽഹംദുലില്ലാഹ്. തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന സന്തോഷം അത് വളരെ വലുതാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും എൻ്റെ നാഥൻ എന്നെ ചേർത്ത് നിർത്തുന്ന പോലെ, ഞാനുണ്ടല്ലോ നിനക്ക്, ഞാൻ പരിഹാരം കാണിച്ചു തരുമല്ലോ എന്ന് എൻ്റെ നാഥൻ പറയുന്ന പോലത്തെ ഒരു ഫീൽ എൻ്റെ ഉള്ളിൽ അനുഭവപ്പെടാറുണ്ടായിരുന്നു. അത് നിങ്ങളോട് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി തരണം എന്ന് എനിക്കറിയുന്നില്ല. കാരണം അത് നമ്മൾ അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ്. എനിക്കറിയില്ല, എന്ത് പ്രശ്നം എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നം എനിക്ക് വരുമ്പോഴും അതെല്ലാം എളുപ്പം പരിഹരിക്കപ്പെടും. ഞാൻ പോലും അറിയാതെ. അൽഹംദുലില്ലാഹ്. എൻ്റെ നാഥൻ എനിക്ക് തന്ന സമ്മാനമാണ് തഹജ്ജുദ്. ഇതുവരെ തഹജ്ജുദ് നിസ്കരിക്കാത്തവർ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് തുടങ്ങി നോക്ക്. അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം, അതിൽ നിന്ന് കിട്ടുന്ന ബർക്കത്ത്, അത് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല എനിക്ക്. നാഥൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് തഹജ്ജുദ്. തഹജ്ജുദ് പതിവാക്കുന്നവർക്ക് അത് മരണം വരെ നിലനിർത്താൻ നാഥൻ തൗഫീക്ക് നൽകട്ടെ. ഇതുവരെയും നിസ്കരിക്കാത്തവർ ഉണ്ടെങ്കിൽ തഹജ്ജുദ് നിസ്കാരം നിലനിർത്താനും നാഥൻ തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം.
ഇതുപോലെ ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ വീഡിയോസായി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ എന്ന ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കുക.